പക്ഷേ സുനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നതെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. നമ്മൾ അതിന്റെ തുടർച്ചയായ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നതും. നമുക്ക് PR-ന്റെ കാര്യം സുനിലൂടെ തന്നെ നേരിട്ട് ചോദിക്കാം. ദ ഹിന്ദു ദിനപത്രത്തിന്റെ അഭിമുഖം നടക്കുമ്പോൾ ദില്ലിയിൽ മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്ന കേസൻ എന്ന PR ഏജൻസിയെക്കുറിച്ചുള്ള ദുരൂഹത തുടരുകയാണ്. അത് വിനീത് ഹണ്ടയായിരുന്നു എന്നത് ഉറപ്പായി. അപ്പോൾ വിനീത് ഹണ്ട എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. മുഖ്യമന്ത്രി പറയുന്നു അത് പത്രത്തിന്റെ പ്രതിനിധി എന്ന് ധരിച്ചാണ് മുറിയിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ്. ശോഭന കെ നായർക്കൊപ്പം വന്നു എന്നാണ് കരുതിയത് എന്നാണ്. അങ്ങനെ കരുതാമോ എന്നതാണ് ചോദ്യം. കാര്യം വിനീത് ഹണ്ട അറിയപ്പെടുന്ന ഒരു കേസൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ, ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു പബ്ലിക് റിലേഷൻസ് കമ്പനിയുടെ തന്നെ CEO ആണ് എന്നതാണ്. അദ്ദേഹത്തെ ഹിന്ദു പത്രത്തിന്റെ പ്രതിനിധിയായി തെറ്റിദ്ധരിച്ചോ എന്നത് ഒരു ചോദ്യം. 2 ID കാർഡ് ഉണ്ടാവുമല്ലോ. ആ ID കാർഡും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവരൊരുമിച്ചല്ല മുറിയിലേക്ക് വന്നത്. അപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനകത്തൊക്കെ ചില വശപ്പിശകുകളുണ്ട്. സുബ്രഹ്മണ്യനാണ് എല്ലാറ്റിനും ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനാണ് CPM സംസ്ഥാന ഘടകത്തിന്റെ നീക്കം. മുഖ്യമന്ത്രിക്ക് വേണ്ടി PR പ്രവർത്തനം നടത്തിയെന്ന് ആരോപണം ഉന്നയിക്കുന്ന കേസിൽ റിലയൻസ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ വിഭാഗം ഡയറക്ടർ പരിമൾ ദത്വാനിക്ക് വേണ്ടിയും PR ജോലികൾ ചെയ്യുന്നവരാണ്. വിവരങ്ങളുമായി PR സുനിൽ നമുക്കൊപ്പം ചേരുന്നു. PR സുനിൽ, ആദ്യം വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കളുടെ PR-ന്റെ പൂർണ്ണരൂപം ശ്രീ PR സുനിൽ. പുലാക്കൽ രാജൻ സുനിൽ എന്നാണ് മുഴുവൻ പേര്. ഓക്കെ, അപ്പൊ പ്രേക്ഷകർക്ക് ആ സംശയം അവസാനിച്ചു. ഇനി വാർത്തയിലേക്ക് എത്തിയാൽ പാസ്പോർട്ടിൽ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ PR സുനിൽ, നമ്മുടെ ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകൾ തുടരുന്നുണ്ട്. എങ്ങനെയാണ് വിനീത് ഹണ്ടയ്ക്ക് അഭിമുഖം നടക്കുന്ന മുറിയിലേക്ക് പ്രവേശനം കിട്ടിയത്? ഈ PR ഏജൻസി റിലയൻസിന്റെ കോർപ്പറേറ്റ് മേധാവിക്കടക്കം PR പണി ചെയ്യുന്നവരാണ്. ഈ സുബ്രഹ്മണ്യം തങ്ങൾക്കൊപ്പമുള്ളയാളാണെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ദേവകുമാറിൻ്റെ മകനാണ് അദ്ദേഹം. ഇഫ്ലുവിൻ്റെ കാലത്ത് SFI യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. പക്ഷേ അദ്ദേഹം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പ്രശാന്ത് കിഷോറിൻ്റെ ഐപാക്കിലൊക്കെ പ്രവർത്തിച്ച് വിവിധ രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി റീബ്രാൻഡിങ്ങും സ്ട്രാറ്റജിയും ഒക്കെ പങ്കുവെച്ചയാളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ദുരൂഹത തുടരുകയാണല്ലോ അല്ലേ സുനിൽ? അരുൺ, തീർച്ചയായും ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹത തുടരുക തന്നെ ചെയ്യുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള ഹൌസിലാണ്. ഒരുപക്ഷെ ഈ PR വിവാദം തുടരുന്നതിനൊപ്പം കേരള ഹൌസിലെ ഈ കൊച്ചിൻ ഹൌസും ഒരു വിവാദത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഈ കൊച്ചിൻ ഹൌസിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. ഈ കൊച്ചിൻ ഹൌസിൽ നമുക്ക് ഇതിന് മുൻപിലൂടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നടക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചിൻ ഹൌസിന്റെ സമീപത്തേക്ക് വരെ പോകാൻ നിരോധനമാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കാണാം. ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കെട്ടിടം തന്നെ ഒരു നിരോധിത മേഖലയായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തിൽ മുഖ്യമന്ത്രി വന്ന് താമസിച്ചപ്പോഴാണ് ദ ഹിന്ദുവിന് അഭിമുഖം നൽകിയത്. ഏതായാലും ഈ ഹിന്ദുവിന് അഭിമുഖം നൽകിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന PR ഏജൻസി പ്രവർത്തകർ, കേസിന്റെ പ്രവർത്തകർ, ഒപ്പം തന്നെ സുബ്രഹ്മണ്യൻ, ഈ 2 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കേസിന്റെ CEO ആയിരുന്ന വിനീത് ഹണ്ട, ഒപ്പം തന്നെ സുബ്രഹ്മണ്യം. ഏതായാലും ഇവരെന്തിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് ഇടനില നിന്ന് ഇതുപോലൊരു അഭിമുഖം സംഘടിപ്പിക്കാൻ പ്രവർത്തിച്ചു എന്നത് ഇപ്പോഴും ദുരൂഹത ഉയർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. ഏതായാലും നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഹിന്ദുവിനോട് ഈ കേസൻ പലതവണ ബന്ധപ്പെട്ട ശേഷമാണ് ഇങ്ങനെയൊരു അഭിമുഖം തരപ്പെടുത്തിയത്. ഹിന്ദുവിന്റെ സീനിയർ എഡിറ്റർമാരെ ആദ്യം സമീപിച്ചു. അപ്പോൾ അവർ കേസിന് നൽകിയ മറുപടി എന്നത് ഹിന്ദുവിന് ദക്ഷിണേന്ത്യയിലൊക്കെ തന്നെ വലിയ ഡെസ്ക് സംവിധാനവും എല്ലാ സംവിധാനവുമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് ഹിന്ദു. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് എല്ലായിടങ്ങളിലും ഹിന്ദുവിന് ബ്യൂറോ ഉണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ സമീപിച്ചാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം അവിടെ നിന്ന് പകർത്താവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ദില്ലിയിൽ എടുക്കേണ്ട സാഹചര്യമില്ല എന്നാണ് പല സീനിയർ എഡിറ്റർമാരും കേസിന് ആദ്യം നൽകിയ മറുപടി. എന്നാൽ വീണ്ടും കേസൻ ഹിന്ദുവിനെ വീണ്ടും സമീപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ഹിന്ദു ഈ അഭിമുഖം എടുക്കാൻ തയ്യാറായതും പിന്നീട് ഇവിടെ സെപ്റ്റംബർ 29-ാം തീയതി ഇവിടെ കേരള ഹൌസിലെ കൊച്ചിൻ ഹൌസിൽ വന്ന് ഈ അഭിമുഖം പകർത്തവും ഒക്കെ തന്നെ ചെയ്തത്. ഏതായാലും ഇതിൽ കേസൻ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? കാരണം സൗജന്യമായി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇതുപോലെ PR പ്രവർത്തനം, അതും റിലയൻസുമായി അടുത്ത ബന്ധമുള്ള കേസിനെ പോലെയുള്ള ഒരു ഏജൻസി നടത്തുമോ എന്ന കാര്യം വലിയ ചോദ്യമാണ്. സുബ്രഹ്മണ്യന് എന്താണ് ഇതിലുള്ള
തമ്മിലുള്ള താല്പര്യം അതും ഇപ്പോൾ രഹസ്യമായി തുടരുകയാണ്. ഏതായാലും CPM-ലെ പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് സുബ്രഹ്മണ്യനുള്ള പാർട്ടി അടുപ്പം അത് വലിയ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർദ്ദേശിച്ചപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചു തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നതെങ്കിൽ പോലും സുബ്രഹ്മണ്യൻ റിലയൻസിന്റെ ജീവനക്കാരനാണ്. അതുകൊണ്ട് ഈ സുബ്രഹ്മണ്യന് ഈ വിഷയത്തിലുള്ള ഒരു താല്പര്യം തീർച്ചയായും നമുക്ക് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. കാർത്തിക് ചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്, ഈ വിനീത് ഹണ്ടയൊക്കെ അത്രയ്ക്ക് ഫേമസ് ആണോ അരുൺ സാറേ? കണ്ടാൽ ഉടനെ മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ നിങ്ങൾ മാധ്യമരംഗത്തുള്ളത് കൊണ്ട് ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ വിനീത് ഹണ്ടെ മുഖ്യമന്ത്രി എങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പി എസ് സുനിൽ കേൾക്കാൻ കഴിയുമെങ്കിൽ, അപ്പോൾ മുഖ്യമന്ത്രി എനിക്കൊന്നു പി എസ് സുനിലുമായിട്ടുള്ള ടെലിഫോൺ ചെറിയ ഡിസ്കണക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്.